പരിശുദ്ധ അമ്മയുടെ കിരീടധാരണം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തന്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. വെളിപാട് 12:1. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ, വസന്തത്തിൽ പനിനീർ പൂവ് പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ അവൾ മഹത്വപൂർണയാണ്. പ്രഭാഷകൻ 50:6-8. മുന്തിരിച്ചെടി പോലെ എന്റെ മുകളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്നെ സ്മരിക്കുന്ന തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. പ്രഭാഷകൻ 24:17-20. എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 8:35. പരിശുദ്ധ രാജ്ഞി, രാജകന്യകെ, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസന ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറിയമേ, ആമേൻ.